നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാനെ വിഴുങ്ങി രാക്ഷസ തിരമാലകൾ. വീട് വിട്ട് ജനം ഇറങ്ങിയോടി. ഉയരമുള്ള സ്ഥലങ്ങളിൽ ശരണം തേടി. ഭീതിയോടെ ജപ്പാൻ ജനത ആയിരിക്കുകയാണ്. വളരെ ഭയാനകതയുടെ മണിക്കൂറുകളിൽ കൂടിയാണ് ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പലരും ഓർക്കുന്നത് റയോ തൽസുഗി നടത്തിയ പ്രവചനമാണ്. റയോ തൽസുഗി നടത്തിയ പ്രവചനം നിറവേറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മാസത്തിന്റെ ആരംഭ ആഴ്ചകളിൽ തന്നെ ഏറെ ചർച്ചയായതാണ് റയോ തൽസുഗിയുടെ പ്രവചനം. ആ പ്രവചനം സമയം തെറ്റി, അതായത് ഈ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ജപ്പാനിൽ സുനാമി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ റയോ തൽസുഗിയുടെ പ്രവചനം സമയം തെറ്റി നടപ്പിലായിരിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. ഒരിടയ്ക്ക് റയോ തൽസുഗിയുടെ പ്രവചനം ജപ്പാൻകാരെ വലിയ രീതിയിൽ, ജപ്പാൻകാരെ എന്നതിലുപരി ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുകയായിരുന്നു. ആ പ്രവചനം നിറവേറുമോ, ജപ്പാനിൽ അങ്ങനെ സംഭവിക്കുമോ എന്നത്. ജൂലൈ 5 പുലർച്ചെ 4:15 ജപ്പാനിൽ വലിയ ഭൂകമ്പം ഉണ്ടാകും, വലിയൊരു ദുരന്തമുണ്ടാകും എന്നായിരുന്നു റയോ തൽസുഗി പ്രവചിച്ചത്. ലോകം ഒന്നടങ്കം ആ ദിനം ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ സമയം കഴിഞ്ഞിട്ടും ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല. അതോടെ വലിയ ആശ്വാസമായിരുന്നു ജപ്പാൻകാർക്കും അതുപോലെ തന്നെ ലോകത്തിനും ആയത്. ഈ പ്രവചനം കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ടും വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തില്ല. 2011 ജപ്പാനിൽ നാശം വിതച്ച സുനാമിയേക്കാൾ 3 മടങ്ങ് നാശം വിതയ്ക്കുന്നതായിരിക്കും ജൂലൈ 5 സുനാമി എന്നായിരുന്നു റയോ തൽസുഗി പ്രവചിച്ചത്. റയോയുടെ പ്രവചനം അധികൃതരെ അടക്കം ഭീതിയുടെ മുൾമുനയിലാണ് നിർത്തിയത്. ശാസ്ത്രീയമായ അടിത്തറയില്ല, മറ്റ് അത്തരത്തിലുള്ള ഒരു ഈ പ്രവചനത്തിന് യാതൊരു രീതിയിലുള്ള ഒരു അടിത്തറയുമില്ല. എങ്കിൽ പോലും ഇവർ മുന്നേ നടത്തിയിട്ടുള്ള ചില പ്രവചനങ്ങൾ നടപ്പിലായതുകൊണ്ട് തന്നെ, അത് പ്രാവർത്തികമായതുകൊണ്ട് തന്നെ ഈ പ്രവചനവും നടപ്പിലാകുമോ എന്ന ആശങ്കയായിരുന്നു പരന്നത്. ഇല്ലസ്ട്രേറ്ററായ റയോ 1999 ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 2011 ഭൂകമ്പമടക്കം റയോ പ്രവചിച്ചിരുന്നു. റയോ അവസാനമായി നടത്തിയ പ്രവചനം ജൂലൈ 5 ഉണ്ടായേക്കാവുന്ന സുനാമിയെക്കുറിച്ചായിരുന്നു. തന്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് പുസ്തകത്തിലൂടെ ജനങ്ങളിലേക്ക് റയോ എത്തിച്ചത്. 1985 താൻ കാണുന്ന സ്വപ്നങ്ങൾ റയോ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. റയോയുടെ അമ്മ ഇതിനായൊരു നോട്ട്ബുക്ക് റയോയ്ക്ക് നൽകുകയും ചെയ്തു. തൽസുഗി കണ്ട 15 സ്വപ്നങ്ങളുടെ സമാഹാരമായിരുന്നു ദ ഫ്യൂച്ചർ ഐസോ. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. ഇതോടെയാണ് റയോ തൽസുഗി എന്ന 70-കാരി പ്രസിദ്ധയാകാൻ തുടങ്ങിയത്. 1954 ഡിസംബർ 2 ജപ്പാനിലെ കനഗാവയിൽ ജനിച്ച റയോ 9-ാം വയസ്സു മുതൽ ഭാവിയിലേക്ക് ഉണ്ടായേക്കാവുന്ന സംഭവങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ടു തുടങ്ങി. റയോ തൽസുഗിയുടെ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോൾ പോലും ജപ്പാൻ ജനതയ്ക്ക് വലിയ രീതിയിലുള്ള ഭീതിയായിരുന്നു പിന്നീടുണ്ടായത്. ജാപ്പനീസ് ബാബ വങ്ക എന്നാണ് ഈ റയോ തൽസുഗി അറിയപ്പെട്ടിരുന്നത്. ജൂലൈ 5 മഹാസുനാമി ഉണ്ടാവുമെന്ന് പ്രവചിച്ചു. പക്ഷേ അന്ന് പുലർച്ചെ 4:18 ദുരന്തം സംഭവിക്കുമെന്നായിരുന്നു റയോ തൽസുഗിയുടെ പ്രവചനം. പക്ഷെ ജപ്പാനിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും ആ ഒരു ദിവസം ഉണ്ടായില്ല. പക്ഷെ ജൂലൈ അവസാനിച്ചില്ല, അതിനു മുമ്പേ ജപ്പാനിൽ സുനാമി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റയോ തൽസുഗിയുടെ ആ ഒരു പ്രവചനം ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. 2025 ജൂലൈ 5 പുലർച്ചെ 4:18 മഹാദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു റയോ തൽസുഗിയുടെ പ്രവചനം. നഗരങ്ങൾ കടലിൽ വീഴും, വെള്ളം തിളച്ചുമറിയും, വലിയ തിരമാലകളും കൂറ്റൻ സുനാമിയും ഉണ്ടാകും. 2011 തൊഹുക്കുവിൽ ഉണ്ടായതിലും വലിയ ദുരന്തമായി ഇത് മാറുമെന്നായിരുന്നു തൽസുഗി പ്രവചിച്ചത്. പക്ഷേ ഈ സംഭവം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നു. എല്ലാ കണ്ണുകളും ആ ദിവസം ജപ്പാനിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ വലിയ ആശ്വാസമായി അത് മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനു മുന്നേ ആയിട്ട് ജപ്പാനിൽ 1000-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിൽ ജൂൺ 23 ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. 183 ഭൂചലനങ്ങൾ അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ജൂൺ 26, 27 ദിവസങ്ങളിൽ ഈ ഭൂചലനങ്ങളുടെ എണ്ണം 15 മുതൽ 16 കുറഞ്ഞിരുന്നു. പിന്നാലെ ജൂൺ 29 98 ഭൂചലനങ്ങളും ജൂൺ 30 62 ഭൂചലനങ്ങളും രേഖപ്പെടുത്തി. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രവചനം ജൂലൈ 5 അല്ലെങ്കിൽ അന്ന് പറയപ്പെട്ട ദിവസം നടക്കുമോ എന്ന ഭയത്തിന് കാരണം അതിനു മുന്നേ ഉണ്ടായ ഈ ഭൂചലനങ്ങളായിരുന്നു.
2011 സുനാമി, കോവിഡ് വ്യാപനം ഇതൊക്കെ തൽസുഖി നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് എന്ന വാദമാണ് ഇവരെ പിന്തുടരുന്നവർ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രാവർത്തികമായി 2011 സുനാമി ഉണ്ടായി. അതുകൊണ്ടാണ് ജൂലൈയിലെ പ്രവചനവും നടപ്പിലാകും എന്ന ഒരു ആശങ്ക പടരാൻ സാഹചര്യമായത്. എന്നാൽ ഇപ്പോൾ ഇതാ ഈ മാസം അവസാനിച്ചില്ല, അതിനു മുമ്പേ തന്നെ ജപ്പാനിൽ സുനാമി ഉണ്ടായിരിക്കുന്നു. ഈ ആണവ നിലയത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു, വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു, അവർ ഉയർന്ന ഇടങ്ങളിലേക്ക് ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിൽ ഇറക്കിയിരുന്ന അല്ലെങ്കിൽ പുസ്തകത്തിൽ റിയോ തൽസുഖി പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടപ്പിലാകുകയാണോ, സമയം തെറ്റിയായാലും അത് നടപ്പിലാവുകയാണോ, പ്രാവർത്തികമാവുകയാണോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. 2011 ഭൂകമ്പവും സുനാമിയും പുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ആകെ 15 സ്വപ്നങ്ങളിൽ 13 എണ്ണവും ഇതുവരെ സത്യമായി എന്നാണ് റിയോ തൽസുഖിയുടെ ആരാധകർ പറയുന്നത്. അതുകൊണ്ടായിരുന്നു ജാപ്പനീസ് ജനത ഈ ഒരു പ്രവചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചതും. പക്ഷേ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഭരണകൂടം അടക്കം അത് വ്യക്തമാക്കിയതുമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ജൂലൈ 5-നുള്ള ആ ഒരു പ്രവചനം മുന്നിലുള്ളത് കൊണ്ട് തന്നെ പല വിനോദസഞ്ചാരികളും മാത്രമല്ല പല രാജ്യങ്ങളും ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജപ്പാന് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് ഉണ്ടായത്. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ എന്ന് അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി. കഫേകളിലും ബാറുകളിലും സമൂഹ മാധ്യമങ്ങളുമെല്ലാം ജപ്പാൻ ചർച്ച ചെയ്യുന്നത് റയോയെക്കുറിച്ച് മാത്രമായിരുന്നു. ജൂൺ 21 മുതൽ ടോഗര ദ്വീപ് ശൃംഖലയ്ക്കു ചുറ്റുമുള്ള കടലുകളിൽ ഭൂകമ്പ സാധ്യതകൾ സജീവമാണെന്ന് ഭൂകമ്പ സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടർ അറിയിച്ചിരുന്നു. ജൂലൈ 5-ന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുമെന്ന റിയോ തൽസുഖിയുടെ പ്രവചനം ലോകത്തെ തന്നെ ഭീതിയിലാക്കി. ഇപ്പോൾ ഇതാ സുനാമി ഉണ്ടായിരിക്കുകയാണ്. ജപ്പാനിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെയാണ് ജപ്പാനിൽ സുനാമി ഉണ്ടായിരിക്കുന്നത്. വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായത്. അലാസ്ക, ഹവായി, ന്യൂസിലൻഡിന് തെക്ക് തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഹോണോലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.